ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടൻ ബാബുരാജ് മത്സരിക്കില്ല. ബാബുരാജ് പത്രിക പിൻവലിക്കും. ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ അംഗങ്ങൾ തന്നെ എതിർപ്പറിയിച്ചതോടെയാണ് തീരുമാനം. സൈഫുനിസ അലിയാർ ചേർന്നു വിവരങ്ങളുമായി. സൈഫുനിസ, ബാബുരാജും പിന്മാറിയിരിക്കുകയാണ് മത്സര രംഗത്തേക്ക്. ഇപ്പോൾ മത്സര ചിത്രം എങ്ങനെയാണ്? ലക്ഷ്മി പത്മ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തിലേക്ക് നോമിനേഷൻ കൊടുക്കുകയും ജനറൽ സെക്രട്ടറി ആകാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുകയും ചെയ്തിരുന്ന നടൻ ബാബുരാജ് ഇപ്പോൾ തന്റെ നോമിനേഷൻ പിൻവലിക്കുകയാണ് എന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഇന്നാണ് ഈ നോമിനേഷൻ പിൻവലിക്കാനുള്ള പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി അന്തിമ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാവുകയും ചെയ്യും. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ അമ്മയിലെ അംഗങ്ങളും പുറത്തു നിന്നുള്ളവരുമെല്ലാം തന്നെ പല ആരോപണങ്ങളുമെല്ലാം ഉന്നയിച്ചിരുന്നു. ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ അംഗങ്ങൾക്കിടയിൽ തന്നെ പ്രധാന ആളുകൾ പോലും എതിർപ്പറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ എന്നിട്ടും ബാബുരാജ് തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ബാബുരാജ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ഇനി പത്രിക പിൻവലിക്കാം, ഇനി മത്സരിക്കേണ്ടതില്ല, തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാം എന്നുള്ളത്. അതായത് പല അംഗങ്ങളും പരസ്യമായി തന്നെ ബാബുരാജ് മത്സരിക്കുന്നതിൽ എതിർപ്പ് അറിയിച്ച് രംഗത്ത് വരികയും ഇതിന് പിന്നാലെ സരിത എസ് നായർ തനിക്ക് നൽകിയിരുന്ന മോഹൻലാൽ നൽകിയ ചികിത്സാ സഹായം ബാബുരാജ് മുക്കി എന്നടക്കമുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം ഫേസ്ബുക്കിലൂടെ പറയുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബാബുരാജ് ഈ പത്രിക പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മോഹൻലാലിന്റെ പേരടക്കം വീണ്ടും ഈ അമ്മ വിഷയവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നതിൽ മോഹൻലാലിന് തന്നെ എതിർപ്പുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇക്കാര്യം ബാബുരാജിനെ അറിയിച്ചു എന്നും മനസ്സിലാകുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകാം ബാബുരാജ് ഇപ്പോൾ പത്രിക പിൻവലിക്കാനുള്ള തീരുമാനം എടുത്തതെന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ 35 ലക്ഷം 40 ലക്ഷം രൂപയോളം സരിത എസ് നായർ ചികിത്സയ്ക്കായി മോഹൻലാൽ നൽകിയെന്നും ഈ പണം ബാബുരാജ് തന്റെ മറ്റൊരു ലോൺ തീർക്കുവാനായി ഉപയോഗിച്ചുവെന്നും ആ പണം തനിക്ക് ലഭിച്ചില്ല എന്നും സരിത എസ് നായർ ഫേസ്ബുക്കിലൂടെ പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബാബുരാജിന്റെ ഭാഗത്ത് നിന്ന് പത്രിക പിൻവലിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അമ്മ ഓഫീസിൽ ബാബുരാജ് ഇന്ന് എത്തുമെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ നേരിട്ടെത്തി പത്രിക പിൻവലിക്കും. ഇന്ന് വൈകിട്ടോടു കൂടി അന്തിമ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകുമ്പോൾ അതിൽ ബാബുരാജ് ഉണ്ടാകില്ല. ഇനി ആര് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരും എന്നുള്ള ഒരു ചോദ്യം കൂടി ബാക്കി നിൽക്കുകയാണ്. കാരണം ഈ മറ്റു പലരും ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നോമിനേഷൻ നൽകിയിരുന്നു. പലരും അതിൽ പത്രിക പിൻവലിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായും ബാബുരാജിന്റെ പാനലിലുള്ളവർ പോലും ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അടക്കം നൽകിയിരുന്ന പത്രിക, അതായത് ഒരു സേഫ് ആയിട്ട് നൽകിയിരുന്ന പത്രിക പിൻവലിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായി. അങ്ങനെയെങ്കിൽ ഇനി ആര് വരും എന്നുള്ളതാണ്. നടൻ രവീന്ദ്രൻ അടക്കം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്രിക നൽകിയിട്ടുമുണ്ട്. നേരത്തെ ജഗദീഷ് പ്രസിഡന്റ് സ്ഥാനത്ത് ശ്വേതാ മേനോനെതിരെ നേർക്കുനേർ മത്സരത്തിനെത്തിയിരുന്ന